ചേച്ചി ചേച്ചി 615. താങ്ക് യു. വാ. അങ്ങോട്ട് മാറി നിൽക്കണടാ. ആ, ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഉടനെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. യെസ് സാർ. അനു അല്ലേ? എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇരിക്കൂ, ഇരിക്കൂ. എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയണം. നിങ്ങളുടെ പരിചയക്കാരെന്ന നിലയിൽ ഇവിടെ ആരൊക്കെ വരാറുണ്ട്? ഞങ്ങൾ അനുവിനെ സഹായിക്കാനാണ് വന്നത്. കരയാതെ മറുപടി പറയൂ. അയാൾ ആരാണ്? ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അയാളുടെ കൂടെ മറ്റാരെങ്കിലും ഇവിടെ വരാറുണ്ടോ? ഇല്ല. ഡോക്ടർ മീരയോട് ആർക്കെങ്കിലും ശത്രുത ഉള്ളതായിട്ടറിയാമോ? ഇല്ല, എനിക്കറിയില്ല. അനുവും വിനോദമായിട്ട് എങ്ങനെ? ഐ മീൻ ലവ്? ഇല്ല, അങ്ങനൊന്നില്ല. അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഡോക്ടർ മീരക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. സോറി, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആട്ടെ, വിനോദ് ഇവിടെ അവസാനമായി വന്നത് എന്നാണ്? ആ, പറയൂ. ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോ വിനോദ് എവിടുന്ന് പോന്നു കണ്ടു. ഇത് പ്രത്യേകം മാർക്ക് ചെയ്യണം. പോകുമ്പോ നിങ്ങളോട് സംസാരിച്ചു? ഇല്ല, എന്നെ കണ്ടില്ല. നിങ്ങളെ കണ്ടിട്ടും മനഃപൂർവ്വം ഒഴിവാക്കി പോയതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ ഒക്കുമോ? ക്വസ്റ്റ്യൻ ചെയ്തോ സർ? എവിഡൻസ് വല്ലതുണ്ടോ? ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് സർ. ആരാണ്? I see. ലേഡി ഡോക്ടർ കൊല ചെയ്യപ്പെട്ടു. നഗരത്തിലെ പ്രശസ്ത സൈക്കാട്രിസ്റ്റായ ഡോക്ടർ മീര സ്വന്തം മുറിയിൽ അതിദാരുണമാം വിധം കൊല ചെയ്യപ്പെട്ടു. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വിനോദിനെ പോലീസ് സംശയിക്കുന്നു. എടോ, ആ 615 താമസിക്കുന്ന പാർട്ടിയില്ലേ? ആര്? ആ പെണ്ണിന്റെ കൂടെ അയാളാണോ എന്ന് എനിക്കൊരു സംശയം. ചിലപ്പോ അതാവാൻ വഴിയുണ്ട്. എന്നാ പോലീസിൽ അറിയിച്ചാലോ? അതാ നല്ലത്. ശരി, നിങ്ങൾ വരും. ശരി സർ. താൻ സ്റ്റെയർകേസ് വഴി വരൂ.
വരൂ. ആ മുറിയിൽ നോക്കൂ. ശരി സാർ. ഞാൻ ഈ എന്താണോ അത്? ഇവിടെ വാടോ. കൊലപാതകം നടന്ന ദിവസം വിനോദ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? தெரியாது. സത്യം തുറന്നു പറയുന്നതാണ് തനിക്ക് നല്ലത്. അവനിപ്പോ എവിടെ ഉണ്ടെന്നറിയാമോ? தெரியாது സാർ. അപ്പുകുട്ടൻ, നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചാൽ മതി. സാറേ ഇങ്ങോട്ട് ഏൽപ്പിച്ചേ. ഇവനെ കുറിച്ച് ശുദ്ധ മലയാളം ഞാൻ പഠിപ്പിക്കാം. എന്തിനാ ഈ സാറിനെ ഏൽപ്പിക്കണേ? ശുദ്ധമായിട്ടുള്ള മലയാളം ഞാൻ പറയാം. കസ്റ്റഡി എടുത്തേക്കൂ. ശരി സാർ. വാടാവേ. കൈമ നടക്കണം. പിടിച്ചിരിക്കില്ലേന്നും അതങ്ങ് പുഴ തെറ്റിയാണ്ടല്ലോ. പിന്നെ ഇയാളൊരു കാശ് എന്താ മിസ്റ്റർ വിജയരാജ്, ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് പോലും ചീത്തപ്പേരുണ്ടാക്കുന്നതാണ്. ഷെയിം. നിങ്ങളുടെ മൂക്കിന് താഴെ വെച്ചാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. എന്നിട്ട് കൊലയാളി മറ്റൊരു പെൺകുട്ടിയും കൂട്ടി രക്ഷപ്പെട്ടിരിക്കുന്നു. ഓ ഗോഡ്, ഇനി ആ കുട്ടിയുടെ ശവം കൂടി കാണേണ്ടി വരുമല്ലോ എന്നാണ് എന്റെ പേടി. എത്രയും പെട്ടെന്ന് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ അതൊരു പക്ഷെ നിങ്ങളുടെ കരിയറിനെ തന്നെ ബാധിച്ചേക്കും. സർ. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കില്ലേ? എനിക്കൊരു അപകടം വരില്ല, ഞാൻ പറഞ്ഞില്ലേ? എന്തോ എന്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. പക്ഷെ എനിക്ക് ഭയമില്ല, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഏതായാലും നീ വീട്ടിലേക്ക് വയ്ക്കോ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വിചാരിക്കുന്നു. ഞാൻ നിരപരാധിയാണെന്ന് വിജയരാജനെ ബോധ്യപ്പെടുത്തും. നടക്ക്. നീ എവിടെയായിരുന്നു? പറഞ്ഞില്ലല്ലോ. എന്റെ ജീവിതം നായി നോക്കിട്ടാ എനിക്ക് സന്തോഷമായി. ഇപ്പൊ നീ പെട്ടി, എന്റെ കാലിപ്പെട്ടി. ആ ഹിന്ദി പിശാശില്ലേ അസീസ്ക, അയാൾ എന്റെ എല്ലാ സാധനം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ഞാൻ പോവാണ്. ഇനി എന്തെന്നിട്ട് കാര്യം? പോവാ. എവിടേക്ക്? എനിക്കെന്നെ അറിയില്ല. പിന്നെ പോലീസ് നിന്നെ അന്വേഷിച്ച് 2 പ്രാവശ്യം വന്നുട്ടോ വീട്ടില്. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലേക്കാ പോകുന്നത്. എതുക്ക്? നിന്റെ ഫ്രണ്ടില്ലേ വിജയരാജ്, അയാൾ നിന്നെ കസ്റ്റഡിയിലൊക്കെ നോക്ക. പോലീസ് പോ. ഒരു നിമിഷം മുമ്പ് നീ രക്ഷപ്പെട്ടോ. ആ ഡോക്ടറുടെ അനിയത്തില്ലേ അനു, അവളാ നിന്നെ ഒറ്റിക്കൊടുത്തത്. ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും വിനോദാണ് ഈ കൃത്യം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കില്ല മിസ്റ്റർ വിജയരാജ്. അങ്ങനെ ഞാനും കരുതിയതാണ്. പക്ഷേ കിട്ടിയ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ വിനോദിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. മിസ്റ്റർ മേനോൻ വിനോദിനെ ഒരു മകനെ പോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് വെച്ചുകൊണ്ട് അയാൾ ഈ കൊല ചെയ്തിരിക്കാൻ ഇടയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അനുവിന്റെ മൊഴി അനുസരിച്ച് വിനോദാണ് ഡോക്ടർ മീരയെ കൊന്നിരിക്കുന്നതെന്ന് വ്യക്തം. ഇല്ല ഇല്ല, വിനോദൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്കറിയാം വിനോദനെ. സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിഷേധിച്ചാൽ സത്യം സത്യമല്ലാതാകില്ലല്ലോ. എനിക്ക് ലതയോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ലത അവനുമായി ഇനിയും ബന്ധപ്പെടരുതെന്നാണ് എന്റെ അഭിപ്രായം. വിനോദ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് ലതയ്ക്കറിയാമോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. സാറേ, ഇവൾക്കൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഈ വിവരം അറിഞ്ഞ പിന്നെ ഇവൾ ആകെ തകർന്നിരിക്കുകയാണ്. ഏതായാലും ഈ കേസന്വേഷണത്തിൽ നിങ്ങളുടെ സഹായം കൂടിയേ കഴിയൂ. വിനോദിനെ കുറിച്ച് വല്ല വിവരം കിട്ടുകയോ അയാളോട് വരികയോ ചെയ്താൽ ഞങ്ങൾക്ക് ഉടനെ വിവരം തരണം. ഇവിടെ നിർത്ത്. എത്രയാ? 5 രൂപ. അസീസ്ക, ബിനുവേട്ടൻ എവിടെയുണ്ടെന്ന് അറിയാമോ? ഇല്ല കുട്ടി, ഓനക്കായി ഞമ്മളും ബേജാറായി നടക്കുകയാണ്. മുരുകദാസോ? ആ കള്ള ബിലീസിനെ അന്ന് തന്നെ നമ്മൾ ചവിട്ടി പുറത്താക്കി, ഗേറ്റ് പൂട്ടുകയും ചെയ്തു. ഓൻ വന്നതിന് ശേഷമാണ് ഇവിടെ സാക്കിന് ആൾക്കൂത്തുണ്ടായത്. മോള് സമാധാനമായിട്ട് പോയിക്കോ. വിനോദിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഓൻ എവിടെ ഉണ്ടെങ്കിലും തേടി പിടിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നില്ല. പോമോളെ, പോമോളെ. പാവം കുട്ടി. ലത,
ലതേ, ലതേ, മിനുവേട്ടൻ വാതിൽ തുറക്ക്. പോലീസിന്റെ കണ്ണു വെട്ടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം വെള്ളം വയ്ക്കാതിരിക്കില്ലേ? എനിക്കൊരു സ്വസ്ഥതയില്ല മിനുവേട്ട. മിനുവേട്ടനെ തെരഞ്ഞ് വിജയരാജ് ഇവിടെ വന്നിരുന്നു. നിങ്ങളെല്ലാം വിഷമിപ്പിക്കേണ്ടി വന്നതിലാണ് എനിക്ക് ദുഃഖം. വിനോദ്, നീ എന്തിനാ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത്? നീ ഇവിടെ വരുന്നത് നിനക്കും ഞങ്ങൾക്കും ദോഷം ചെയ്യും. ശരിയാണ്, എന്നോട് ക്ഷമിക്കുമെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കില്ല. മോളെ അതെ, അസീസ്ക, അസീസ്ക, ഇക്ക, അല്ല, ആരാണിത്? ഇങ്ങോട്ട് വരുന്നവരെ കണ്ടോ? ഇല്ല, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യക്ക. ഇന്ന് രാത്രി ഞാനിവിടെ താമസിക്കട്ടെ. മോനെ, നമ്മളൊരു ഇസ്ലാമാണ്, 4-ാം വേദക്കാരനാണ്. നേരെ വാ നേരെ പോ, അതോ ഞമ്മക്കറിയും. നീ ഒരു തെറ്റും ചെയ്തില്ലെന്ന് ഞമ്മക്ക് നന്നായിട്ട് അറിയാം. ഒരു ദിവസമല്ല, അന്റെ മരണം വരെ എനിക്ക് ഇവിടെ താമസിക്കാം. ഇത് എന്റെ പൊരയില്ല, അന്റെ പൊരയാണ്. വാ അങ്ങ് അകത്തേക്ക് വാ, അകത്തേക്ക് നടക്ക്. വാ ഇങ്ങോട്ട് നടക്ക്. അനു, അനു നിൽക്ക്. അനു, നിന്നോട് എനിക്ക് ചില ചോദിക്കാനുണ്ട്. എന്നെ വിടൂ, എന്നെ കൊല്ലരുത്. അനു, ഞാൻ പറയുന്നത് കേൾക്ക്.